ഞാൻ ഒരു ഫേസ് പാക്കുമായിട്ടാണ് വന്നത്. ഫേസ് പാക്ക് വേറെയൊന്നുമല്ല, നമ്മളെ സണ്ണിൻ്റെ ടാനൊക്കെ അടിച്ചിട്ടില്ല അതൊക്കെ മാറുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇന്ന് രക്തചന്ദനം വേണം, പിന്നെ കുറച്ച് റോസ് വാട്ടർ വേണം. ഇത്രയേ ഉള്ളൂ, ചെറിയതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമുക്കിപ്പോൾ സണ്ണിൻ്റെ വെയിൽ ഭയങ്കരമാണ്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടാൻ അടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഫേസ് പാക്ക്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് രക്തചന്ദനമാണ്. അപ്പോൾ റെഡ് സാൻഡലാണ്, അതിൻ്റെ പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും, ഇങ്ങനെ ബോട്ടിലായിട്ട്. 50 രൂപയുടെ ഒരു ബോട്ടിലാണ് ഞാനിപ്പോൾ വാങ്ങിയത്. പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടറൊക്കെ മെഡിക്കൽ ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആണ്. രക്തചന്ദനം ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിലോ പിന്നെ പണ്ടത്തെ അങ്ങാടി വൈദ്യ കടയിലോ അങ്ങനെയൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിനകത്തേക്ക് നമ്മളിപ്പോൾ മുഖത്തിന് എത്രയാണോ വേണ്ടത് ആ ക്വാണ്ടിറ്റിയിൽ എടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. എനിക്ക് കുറച്ച് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ബാലൻസ് ഉണ്ടായിരുന്നു, ബാക്കി ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ 1.5 എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ എന്താ പറയണ്ടത്, നമുക്കതൊന്ന് കുഴമ്പ് രൂപത്തിലാവുന്ന അത്രയും റോസ് വാട്ടർ നമ്മൾ ഒഴിക്കണം. ഞാനൊന്ന് സ്പൂണിലെടുത്തൊന്ന് മിക്സ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ. അതൊന്നൊരു കുഴമ്പ് രൂപത്തിലായിരിക്കണം. അത് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ഒലിച്ചു പോകാനും പാടില്ല, നല്ലോണം പറ്റിയിട്ട് തേക്കാണ്ട് എന്ന് പറയണ്ടേ ബുദ്ധിമുട്ടാനും പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആ രീതിയിൽ നമ്മളൊന്ന് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനൊന്ന് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വൈപ്സ് ഉപയോഗിച്ചിട്ട് ക്ലെൻസിങ് വൈപ്സ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം. ഞാനിപ്പോൾ മുഖം വാഷ് ചെയ്തു, എന്നാലും ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ടിഷ്യൂവിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് എന്താ പറയണ്ടത് ക്ലെൻസ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ കഴുത്തിനും ഒക്കെ ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴുത്തിനും ഒക്കെ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു എന്താ പറയുക ഫൈനായിട്ടുള്ള ഒരു പൊടിയായിരിക്കില്ല രക്തചന്ദനം എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഇതുണ്ടാവും, അത് നമുക്ക് സ്ക്രബ് ചെയ്യാനും കൂടെ അതിനെ കൊണ്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കൈ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. കൈ വെച്ചിട്ട് പിന്നെ മുഖത്തെല്ലാം അപ്ലൈ ചെയ്തെടുക്കുകയാണ്, മുഖത്തിനും കഴുത്തിനും.
അപ്പം നമ്മൾ മുഖത്ത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും കഴുത്തിനും കൂടെ അപ്ലൈ ചെയ്യണം. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. പിന്നെ കഴുത്ത് വേറെ ഉണ്ടാവും, മുഖത്തിൻ്റെ കളർ വേറെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവുക. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഫൈനായിട്ടുള്ള പൊടിയല്ല. അപ്പം നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയും ചെയ്യാം. നന്നായിട്ട് അമർത്തിയിട്ടൊന്ന് സ്ക്രബ് ചെയ്യാറ്, നല്ല സോഫ്റ്റായിട്ടൊന്ന് മേലോട്ടേക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്യുക. നമ്മളെപ്പോൾ മുഖം എന്താ പറയണ്ടേ, സ്ക്രബ് ചെയ്യലോ ഒന്ന് ക്രീം ഇടലോ ഫേസ് വാഷൊക്കെ ഇടുമ്പോൾ നമ്മൾ എപ്പോഴും മേലോട്ടേക്ക് ഇതാക്കിയിട്ട് ഇങ്ങനെ ചെയ്യാവും. അല്ലെങ്കിൽ താഴോട്ടേക്ക് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിന്നിങ്ങനെ തൂങ്ങും, അപ്പോൾ അതൊരു മോശമായിട്ട് തോന്നും. അപ്പം എപ്പോഴും മേലോട്ടേക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്യാവും. അപ്പോൾ നമുക്കൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. ഇപ്പം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പേടിച്ചു പോകും കേട്ടോ, ആ ലുക്കിലാണ് ഉള്ളത്. അപ്പോൾ മക്കളെല്ലാം ഉറങ്ങിക്കിടന്നേരാണ് ഞാനിത് ചെയ്തത്, അല്ലെങ്കിൽ പിന്നെ അവർ പേടിച്ചു പോകണ്ട. അപ്പം ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്ന വേറെ ഒന്നുമല്ല, TV വെച്ചിരുന്നു. അപ്പോൾ TV-യിൽ എന്തോ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അത് നോക്കുന്നതാണ്. അപ്പം രണ്ടും കൂടെ ഒരുമിച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ച്, നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു 10 മിനിറ്റ്, ഇത് 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഉണങ്ങും. 10 മിനിറ്റ് ഉണങ്ങിയിട്ട് ശേഷം നമ്മൾ വാഷ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതൊന്ന് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ ആയി. ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ബാക്കിയുള്ള ബാലൻസ് ഞാൻ കൈമലിട്ടിട്ട് കാണുന്നുണ്ടാവും. അപ്പം ഞാൻ വെറും വെള്ളം വെച്ചിട്ട് മാത്രമേ വാഷ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഫേസ് വാഷൊന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകണം എന്നുള്ളവർ കഴുകിക്കോളൂ. ഞാനിപ്പോൾ തൽക്കാലം വെറും എന്താ പറയണ്ടേ, സാധാരണ വെള്ളത്തിലാണ് കഴുകിയത്. നല്ല തണുപ്പുണ്ട് കേട്ടോ, ഭയങ്കര തണുപ്പാണ്. മുഖത്തിന് ഇട്ടേരം കിട്ടുന്ന മുഖം തൊടാൻ തന്നെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ചെയ്തിട്ട് കമൻറ്റ് ഇടും കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ കൈക്കെല്ലാം ചുവപ്പ് കളറുണ്ട് കേട്ടോ, അതിൻ്റെതാണ്. മുഖത്തെല്ലാം നല്ല എന്താ പറയണ്ട, ഒരു ഭയങ്കര സോഫ്റ്റ്നെസ് ഉണ്ട്, ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ, തണുപ്പ് ഭയങ്കരമാണ്. അപ്പോൾ ഭയങ്കര എന്താ പറയുക സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ മുഖം. അപ്പോൾ കൈക്കെല്ലാം ആ റെഡ് കളറ് ശരിക്കും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല കൂളിങ്ങും ആണ്. ഇട്ടേറെ നല്ല തണുപ്പുണ്ടായിരുന്നു, കളഞ്ഞാലും നല്ല തണുപ്പുണ്ട്, നല്ല മുഖമെല്ലാം സോഫ്റ്റ് ചെയ്തു. നമ്മളിപ്പോൾ ചെറുങ്ങനെ സ്ക്രബ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് മുഖം ഒന്ന് എന്താ പറയണ്ടേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് ശേഷം ഉറങ്ങാം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.